കാശി ബീച്ചിലെത്തിയതും കണ്ടു ഒരു വശത്തായി ഇട്ടിരുന്ന സ്റ്റോൺ ബെഞ്ചിലിരുന്ന് എന്തോ ആലോചിക്കുന്ന അദ്വിക്കിനെ. അവൻ ബൈക്ക് ഒതുക്കി വെച്ച് കീയും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. ഡാ, കാശിയുടെ ശബ്ദം കേട്ടവൻ തല ഉയർത്തി നോക്കി. ആ, കാശി വന്നു. അവൻ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റവൻ്റെ അടുത്തേക്ക് ചെന്നു. അല്ല, നീ എന്തിനു വരാൻ പറഞ്ഞേ? ആരുടെ ഫോട്ടോ അയച്ചേ? കാശി സംശയത്തോട് ചോദിച്ചു. കല്ലുവിൻ്റെയോ? ആ അതെ, അവളും ഏതോ ഒരു പയ്യനും കൂടി ദോ അങ്ങോട്ട് പോയി. ഈ വൈകിയ നേരത്ത് ഇവളെന്തിനും ഇങ്ങോട്ട് വന്നേ? അവൻ കാശിയെ നോക്കി. ഈ നേരത്ത് ആരാണാവോ അവളുടെ ഒപ്പം? സംശയത്തോടെ പറയുന്ന കാശി അവനൊന്ന് നോക്കി. എന്നിട്ട് എവിടെ അവര്? ദേ അവിടെ. കാശി ചോദിച്ചതും അദ്വൈക്ക് ദൂരേക്ക് ചൂണ്ടി. രണ്ടാളും അവിടേക്ക് നടന്നു. സൂര്യൻ അസ്തമിക്കാറായി. കിളികൾ കൂടണഞ്ഞു. നേരിയ രീതിയിൽ ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. ആ മണൽപ്പരപ്പിലൂടെ രണ്ടാളും നടന്നു. ദൂരെ കടൽ തീരത്തൊരു വശത്തായി ആളൊഴിഞ്ഞെടുത്ത് അലോഷിയുടെ തോളിൽ തലവെച്ച് തിരമാലകളെ നോക്കിയിരിക്കുമായിരുന്നു കല്ലു. അവൻ അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. കാശിയും അദ്വൈക്കും അവരുടെ അടുത്തേക്ക് ചെന്നു. കല്ലുമോളെ, കാശിയുടെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഒപ്പം കൂടെയുള്ളയാളും. കുഞ്ഞേട്ടാ, അവൾ ചാടി എണീറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. കാശി, അലോഷി എഴുന്നേറ്റുകൊണ്ട് വിളിച്ചു. നീ ആയിരുന്നോടാ? ഞാൻ പേടിച്ചു പോയി. ഇവൻ വിളിച്ചു പറഞ്ഞപ്പോൾ കാശി അലോഷിയെ നോക്കി പറഞ്ഞു. അവനൊന്ന് ചിരിച്ചു. ഇങ്ങേര് വിളിച്ചെന്ത് പറഞ്ഞെന്ന കുഞ്ഞേട്ടാ? കല്ലു അദ്വൈക്കിനെ നോക്കി ചോദിച്ചു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. നിന്നെ ഈ വൈകിയ സമയത്ത് ഇവിടെ ഒരാളോടൊപ്പം കണ്ടു എന്ന് കാശി ഒരു ചിരിയോടെ പറഞ്ഞു. അവൾ അദ്വൈക്കിനെ പുച്ഛിച്ച് മുഖം തിരിച്ചു. ആ അലോഷി, ഇത് അദ്വൈക്ക്, എൻ്റെ കൊളീഗാണ്. അദ്വൈ, ഇത് അലോഷി, എൻ്റെ കൂടെ പിറപ്പിനെ പോലെ. ഇപ്പോൾ എൻ്റെ ഒരേ ഒരു അളിയനാകാൻ പോകുന്നു. കാശി രണ്ടാളെയും പരസ്പരം പരിചയപ്പെടുത്തി. ഹലോ. പരസ്പരം കൈകൊടുത്ത് അവർ പരിചയപ്പെട്ടു. അദ്വൈ, നിന്നോട് പറയാനിരുന്നത് ഞാൻ ഇവരുടെ കാര്യം. കൈലാസേട്ടൻ ഇവരുടെ ബന്ധത്തിനെതിരാണ്. പിന്നെ അച്ഛന് എതിർപ്പുണ്ടാവാൻ വഴിയില്ല. ഇനി ഒത്തിരി ഇഷ്ടമാണ്. പിന്നെയുള്ളത് അമ്മയും മുത്തശ്ശിയും ഒക്കെയാണ്. ശരിയാക്കാം. കാശി അദ്വൈക്കിനോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തു. അവനൊരു ചിരിയോടെല്ലാം കേട്ടു നിന്നു. വാ പോകാം, നേരെ ഇരുട്ടുന്നു, കാശി അവരോടായി പറഞ്ഞു. മൂളിക്കൊണ്ട് മറ്റുള്ളവരോടൊപ്പം അവർ നടന്നു. അലോഷിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കല്ല് മുന്നേ നടന്നു. കാശി അവരുടെ പിന്നാലെ നടന്നു. അവനൊപ്പം അദ്വൈക്കും. എന്തോ നഷ്ടമായതുപോലെ അവൻ്റെ ഉള്ളം വിങ്ങി. അവനൊരു വാടിയ ചിരിയോടെ മുന്നോട്ട് നടന്നു. അലോഷിയോട് യാത്ര പറഞ്ഞ് കല്ലു കാശിയുടെ ബൈക്കിൽ ചാടിക്കയറി. ഒപ്പം അവരോട് രണ്ടാളോട് യാത്ര പറഞ്ഞ് കാശി കല്ലുവിനെയും കൊണ്ടുപോയി. അദ്വൈക്കിനോട് യാത്ര പറഞ്ഞ് അലോഷിയും പോയി. അദ്വൈക്ക് ആ ബെഞ്ചിൽ ദൂരേക്ക് വെളിനട്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ലച്ചു രാത്രിയിലെ അത്താഴമെല്ലാം ഒരുക്കി ശിവനെ വിളിക്കാൻ മുറിയിലേക്ക് ചെന്നു. അവൻ കട്ടിലിൻ്റെ കാലിൽ പില്ലോ വെച്ച് എഴുന്നേറ്റ് ഭിത്തിയിൽ ചാരിയിരിക്കുമായിരുന്നു. അവൾ കഴുത്തിലും നെറ്റിയിലും പറ്റിച്ചിരുന്ന വിയർപ്പ് കണങ്ങളെ സാരിത്തുമ്പിൽ തുടച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ശിവേട്ട. അവളുടെ ശബ്ദം കേട്ടതും ചിന്തകൾക്ക് വിരാമം വിട്ട് അവൻ തല ഉയർത്തി നോക്കി. എന്താ ശിവേട്ട എത്ര വലിയ ആലോചന? അവൻ്റെ തൊട്ടടുത്തിരുന്നുകൊണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല പെണ്ണെ, വെറുതെ ഓരോന്നിങ്ങനെ. അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. വാ, അത്താഴം കഴിക്കാം. അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളെ വലിച്ചവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു. അവളൊന്ന് ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളുടെ ചലനവും ചുണ്ടിലേക്കുള്ള ചിരിയും അവളിലെ നാണത്തിൻ്റെ മുത്തു പടർത്തി. എന്താ ഉദ്ദേശം? പുരികം പൊക്കി അവൾ ചോദിച്ചു. അവൻ അവളുടെ മുഖത്തിനോടൊപ്പം മുഖം അടപ്പിച്ചു. അവൻ്റെ ശ്വാസം മുഖത്ത് തട്ടിയതും അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു. വാ, ഫുഡ് കഴിക്കാം. അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ എഴുന്നേറ്റു. അവൾ വായും പൊളിച്ച് അവനെ നോക്കി കട്ടിൽ നിന്ന് എണീറ്റു. അവൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിയൊതുക്കി. അയ്യേ, ഞാൻ എന്തൊക്കെയാ വിചാരിച്ചേ, മോശം. അവൾ തലക്കിട്ട് കൊട്ടി പുറത്തേക്ക് നടന്നു. പടിക്ക് പുറത്തേക്ക് കാലെടുത്താൻ ഒരുങ്ങിയതും അവൾ വായുവിൽ ഉയർന്നു പൊങ്ങി. ആദ്യം മനസ്സിലായില്ല എങ്കിലും പിന്നീടാണ് അവൾക്ക് കത്തിയത്. നീ എന്താ വിചാരിച്ചേ? അവളെ താഴെ നിർത്തി അരയിൽ കൈചുറ്റി തന്നോട് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ മറുപടി നൽകി. മുഖത്ത് നോക്കി പറയടി. അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. അത് പിന്നെ ഇത്. അവൾ അവൻ്റെ കവിളിൽ നിന്ന് കടിച്ചതും അവൻ അവളുടെ മേലുള്ള പിടിവിട്ടു. ആ നേരം കൊണ്ട് അവൾ പുറത്തേക്കോടി. പെണ്ണ് എന്നെ കടിച്ചു കൊല്ലും ഈ പോക്കാണെങ്കിൽ. കണ്ണാടിയിൽ മുഖം നോക്കി കവിളൊന്നൊഴിഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. ഇതേ സമയം ബ്രഹ്മമംഗലത്തെത്തിയ രമേശൻ റൂമിൽ കയറി വാതിലടച്ചു. കയ്യിൽ കിട്ടിയതെല്ലാം എറിഞ്ഞുടച്ചു.
വെറുതെ വിടില്ല ശിവ നിന്നെ ഞാൻ. അവൾ എൻ്റെ പെണ്ണ. ഏതു കടലിനടി കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ വരും. അവളെ എനിക്ക് വേണം. വിട്ടു തരില്ല ഞാൻ. അവൻ അലറിക്കൊണ്ട് അവിടെ എല്ലാം അലങ്കോലമാക്കി. കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങിയതും അവൻ ഷെൽഫ് തുറന്ന് ഡ്രങ്ക്സ് കൈക്കൊണ്ട് പരതി. പക്ഷേ പ്രതീക്ഷിച്ച സാധനം കിട്ടാതെ വന്നതും അവൻ വീണ്ടും അലറി. തറവാട്ടിലെ ഓരോ മുക്കിലും അവൻ്റെ അലർച്ച തട്ടി പ്രതിധ്വനിച്ചു. പെട്ടെന്ന് വാതിൽ തുടരെയുള്ള മുട്ട് കേട്ടതും അവൻ അത് വകവയ്ക്കാതെ നിലത്തേക്കിരുന്നു. ആരൊക്കെയോ ചേർന്ന് വാതിൽ ചവിട്ട് പൊളിച്ച് ഉള്ളിൽ കയറി. മോനെ രമേശ, എന്താടാ, എന്തു പറ്റി? നീലിമ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. നിലത്ത് മുട്ടുകുത്തിയിരുന്നോട് ചോദിച്ചു. മോനെ പറയടാ, എന്താ ഉണ്ടായേ? മാധവമേനോൻ അവനോട് ചോദിച്ചു. അമ്മാവൻ്റെ മോളില്ലേ ലച്ചു, എൻ്റെ ലച്ചു. അവൾ ഇന്ന് വെറും രുദ്രലക്ഷ്മിയല്ല, രുദ്ര ശിവശങ്കരനാണ്. അവൻ തല കുനിച്ചിരുന്നുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ഒരുപോലെ ഞെട്ടി. മുത്തശ്ശിയും കല്ലവും മുഖത്തോട് മുഖം നോക്കി. അതെ, അവൻ തല കുനിക്കി. മോനെ ശിവൻ, അവൻ? മാധവൻ വിശ്വസിക്കാനാവാതെ നിന്നു. അതെ, അവൻ തന്നെ ശിവശങ്കരൻ, നിങ്ങളെയെല്ലാം വിശ്വസ്ത മുതലാളി. ഇപ്പൊ മനസ്സിലായില്ലേ അവൻ്റെ സ്വഭാവ ഗുണം? രമേശൻ അവനെ പുച്ഛിച്ചു. എന്നാലും ലച്ചുമോള്? കാശിയാകെ ആശയക്കുഴപ്പത്തിലായി. സ്വന്തം ഏട്ടനായി ഇന്ദ്രനേക്കാളും കാശിയോടായിരുന്നു അവൾക്ക് കൂടുതൽ ഇഷ്ടം. എന്തുണ്ടെങ്കിലും അവനോട് പറയുമായിരുന്നു അവള്. പക്ഷേ ഇത് മാത്രം പറയാത്തത് അവനിൽ നോവുണർത്തി. അവനൊന്നും മിണ്ടാതെ മുറിക്ക് പുറത്തേക്ക് പോയി. കാശിയേട്ടാ. ബെഡിൽ തലയ്ക്ക് പിന്നിൽ കൈ പിണച്ചു കെട്ടി എന്തോ ആലോചനയിലായിരുന്ന കാശിയെ റൂമിലേക്ക് കയറിക്കൊണ്ട് കല്ല് വിളിച്ചു. അവൾ വന്നതും അവൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റിരുന്നു. എന്താ മോളെ? അവൻ സംശയത്തോട് ചോദിച്ചു. അതേട്ടാ. എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്നോർത്ത് അവൾ കുഴങ്ങി. എന്താടി, എന്താണേലും പറഞ്ഞു. അവൻ അവളെ തന്നെ ഉറ്റുനോക്കി. ഏട്ടാ, ലച്ചു അവളിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയാം, അവൾ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. കാശി ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി. എവിടെയാ? അവനൊരു താല്പര്യമില്ലാത്ത പോലെ ചോദിച്ചു. തേവള്ളിയിൽ, ശിവേട്ടൻ്റെ തറവാട്ടിൽ, അവൾ ദാവണി തുമ്പിൽ വിരൽ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൾക്കെല്ലാം അറിയാമായിരുന്നു അല്ലേ? അവൻ്റെ ചോദ്യത്തിന് അവൾ തല കുനിച്ചിരുന്നുകൊണ്ട് തലയാട്ടി. എന്നിട്ടെന്തേ എന്നോട് പറയാഞ്ഞേ? അവൻ മുഖഭാവത്തൊരു ഭാവവ്യത്യാസവുമില്ലാതെ നെഞ്ചത്ത് കൈ പിണച്ചു കെട്ടിയായിരുന്നു ചോദിച്ചത്. അതേട്ടാ, മറ്റാരെങ്കിലും അറിഞ്ഞ അവളെ രമേശനെ കൊണ്ട് കെട്ടിക്കുമെന്ന് പേടിച്ചിട്ടാ, അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. ഞാൻ അങ്ങനെയാണെന്ന് കരുതിയോ? വീണ്ടും അവൻ്റെ ചോദ്യം ഉയർന്നു. അയ്യോ, ഞാൻ അങ്ങനെയൊന്നുമല്ല കുഞ്ഞേട്ടാ. പിന്നെ? മുത്തശ്ശിയും പറഞ്ഞിരുന്നു വേറെ ആരോടും പറയരുതെന്ന് അവൾ പറഞ്ഞു. പിന്നെന്തിനാ ഇപ്പം പറഞ്ഞേ? അത് പിന്നെ ഏട്ടൻ്റെ സങ്കടം കാണാൻ വയ്യാത്തോണ്ടാ. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി. എനിക്ക് അവനെ ഒന്ന് കാണണം. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തെ ഭാവം എന്തെന്ന് മനസ്സിലാക്കാൻ അവൾക്കായില്ല. കുഞ്ഞേട്ടാ, അവൾ സംശയത്തോടെ അതിലുപരി ഭയത്തോടെ അവനെ നോക്കി. മോള് പൊക്കോ, അത്രയും പറഞ്ഞവൻ ബെഡിലേക്ക് ചാഞ്ഞു. അവൾ മറുത്തൊന്നും പറയാതെ റൂമിൻ്റെ വാതിൽ ചാരി പുറത്തേക്ക് പോയി. ഓ, അപ്പോൾ അവൾ അവിടെയാണല്ലേ, ആ മറ്റവൻ്റെ തറവാട്ടിൽ, തേവള്ളിയിൽ. നീ കരുതിയിരുന്നു ഞാൻ വരുന്നുണ്ട്. അവൾ എൻ്റെയാ, എൻ്റെ മാത്രം. ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. കൊല്ലും ഞാൻ എൻ്റെ വഴിക്ക് തടസ്സം നിന്ന്. മുറിക്ക് പുറത്ത് കാശിയുടെയും കല്ലുവിൻ്റെയും സംസാരം കേട്ട് നിന്നവൻ്റെ കണ്ണിൽ പകയാളി. ശിവേട്ടാ. ശിവൻ്റെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് കിടക്കുവായിരുന്നു ലച്ചു വിളിച്ചു. അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് മൂളി. ഞാനൊരു കാര്യം പറയട്ടെ? അവൾ അവൻ്റെ നെഞ്ചിൽ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താടി, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ? പറയടി, അവൻ അവളുടെ മുതുകിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്കില്ലേ കാശിയടിനെയും കല്ലുവിനെയും മുത്തശ്ശിയെയും ഒക്കെ കാണാൻ കൊതിയാവുന്നു, അവൾ പറഞ്ഞുകൊണ്ട് തല ഉയർത്തി അവനെ നോക്കി. അവനൊരു നിമിഷം മൗനമായിരുന്ന ശേഷം ചോദിച്ചു. എന്താ ഇപ്പം കാണണോ? അയ്യോ, അതൊന്നും വേണ്ട. ഇപ്പം പോയാൽ ശിവേട്ടനെ അവർ എന്തെങ്കിലും ചെയ്യും, എനിക്ക് പേടിയാ. അവൾ അവനെ ഒന്നുകൂടെ വലിഞ്ഞു മുറുക്കി. ഓ, ഞെക്കി കൊല്ലാതെ പെണ്ണേ, പിന്നെങ്ങനെ കാണും? അവൻ ചിന്തയിലാണ്ടു. അതറിയില്ല, പക്ഷെ കാണാൻ കൊതിയാവുന്നു. പാവം എൻ്റെ കാശിയേട്ടൻ പോരുമ്പോൾ ഒരു വാക്കുപോലും പറയാതെയില്ല ഞാൻ വന്നേ. ഞാനെന്ന് വെച്ച ജീവനായ ഏട്ടന് ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞാനോ? ആദ്യം ഉത്സാഹത്തോടെ പറഞ്ഞു തുടങ്ങിയത് ഒടുവിൽ കണ്ണുനീരിൽ അവസാനിച്ചു. അയ്യേ, എൻ്റെ പെണ്ണ് സങ്കടപ്പെടണ്ടാട്ടോ. നിന്റെ കാശിയേട്ടനെ ഇവിടെ എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവൻ അവളുടെ നെറുകയിൽ മുത്തി.
അവൾ അവനെ ഒന്നുകൂടെ മുറുക്കി കണ്ണുകൾ അടച്ചു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അപ്പോഴും ആലോചനയിലായിരുന്നു. ഇതേ സമയം ശങ്കരേട്ട, ഉമ്മറത്തെ ചാരുകസേരയിൽ നിന്ന് ശിവന്റെ ഫോട്ടോ നോക്കിയിരിക്കുവായിരുന്ന അയാളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ശ്രീലേഖ വിളിച്ചു. അയാൾ ഫോട്ടോയിൽ നിന്നും കണ്ണെടുക്കാതെ മൂളി. ഏട്ടന് ശിവനെ കാണണമെന്നുണ്ടോ? അവൾ ചോദിച്ചതും അയാൾ സംശയത്തോടെ തിരിഞ്ഞ അയാളെ നോക്കി. ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു, ഏട്ടൻ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ആലോചനയാണല്ലോ. എന്താ ഏട്ടാ? ലേഖ ചോദിച്ചു. എനിക്ക് എവിടെയോ പിഴവ് പറ്റിയ പോലൊരു തോന്നൽ, അയാൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും ലേഖ ഒന്ന് ഞെട്ടി. എന്ത് പിഴവ്? അവർ അത് മറച്ചു വരിച്ച് ചോദിച്ചു. അതെ, ഒരു ഭർത്താവ് എന്ന നിലയിലും അച്ഛനെന്ന നിലയിലും ഞാൻ വെറും ഒരു പരാജയമാണെന്നൊരു തോന്നൽ. എനിക്ക് എവിടേക്കോ പിഴച്ചു ലേഖ. അയാൾ ദൂരേക്ക് മിഴിനട്ടുകൊണ്ട് പറഞ്ഞു. ഏട്ടനിപ്പോൾ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കേണ്ട, പോയി കിടന്നോളൂ, നേരം ഒത്തിരി ആയില്ലേ. അവർ ഓരോന്ന് പറഞ്ഞയാളെ പറഞ്ഞേക്കാൻ ശ്രമിച്ചു. അയാളൊന്ന് മൂളി ആ ഫോട്ടോയുമായി റൂമിലേക്ക് പോയി. ഈശ്വര, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാനാണെന്ന് ഏട്ടനറിഞ്ഞ എൻ്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല. ഒരു കാരണവശാലും ഏട്ടനൊന്നും അറിയരുത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ലേഖ ടെൻഷനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിറ്റേന്ന് നേരം വെളുത്തതും ശിവനും രുദ്രയും കുളിച്ച് ഫ്രഷായി വന്നു. ഇന്നാണ് അവർ തറവാട്ടിലേക്ക് താമസം മാറുന്നത്. അതിനോടനുബന്ധിച്ച് രണ്ടാളും തറവാട്ടിന് പുറകിലുള്ള ക്ഷേത്രത്തിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുവാണ്. അവൻ കറുത്ത് കരയുള്ള വെള്ളമുണ്ടും നേവി ബ്ലൂ കളർ ഷർട്ടും ധരിച്ച് ലച്ചുവിനെ നോക്കി നിന്നു. അവൾ ഗോൾഡൻ കരയുള്ള സെറ്റ് സാരിയും ഒപ്പം റെഡ് കളർ ബ്ലൗസുമായിരുന്നു ധരിച്ചിരുന്നത്. അധികം ചമയങ്ങളൊന്നും ഇല്ലാതിരുന്നു അവൾക്ക്. കഴുത്തിൽ ശിവൻ കെട്ടിയ താലിയും കാതിൽ ഒരു കുഞ്ഞു ജിമിക്കിയും 2 കൈയിലും ഓരോ വളയുമായിരുന്നു അണിഞ്ഞിരുന്നത്. കണ്ണുകൾ വാലിട്ടെഴുതി കറുത്ത പൊട്ട് തൊട്ട് ശിവനെ നോക്കി. അവൻ സിന്ദൂര ചെപ്പിൽ നിന്നും കുറച്ചെടുത്ത് അവളുടെ നെറുകയിൽ ചാത്തി. ഇപ്പോഴാ സുന്ദരിയായത്, അവളുടെ കവളിൽ ചുംബിച്ചവൻ. പോകാം ശിവേട്ട, ഒരു ചിരിയോടെ ചോദിക്കുന്നവളുടെ കൈ പിടിച്ചവൻ പുറത്തേക്കിറങ്ങി വാതിൽ പൂട്ടി നാരായണേട്ടനോട് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. തറവാടിന്റെ പുറകിലുള്ള വാഴത്തോട്ടത്തിലൂടെ മുന്നോട്ട് നടന്നതും കുഞ്ഞൊരു ഇടവഴി, അതുവഴി നേരെ ചെന്ന് കയറുന്നത് പ്രധാന റോഡിലേക്കാണ്. അതിലൂടെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ കണ്ടു അമ്പലക്കുളം. ശിവന്റെ കയ്യും പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. അവിടെ മാകെ കണ്ണു വിടർത്തി നോക്കുന്ന പെണ്ണിനെ കണ്ടവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു നിന്നിരുന്നു. അമ്പലക്കുളത്തിനെ ചുറ്റി രണ്ടാളും മുന്നോട്ട് നടന്നു ചെന്നത് അമ്പലത്തിലേക്കുള്ള പടവുകൾക്ക് മുന്നിലായിരുന്നു. അവൾ സാരി പൊക്കി പിടിച്ചുകൊണ്ട് ഓരോ പടവുകളും അവൻ്റെ കയ്യിൽ തൂങ്ങിക്കേറി. കുറച്ചു പടികൾ കയറി കഴിഞ്ഞതും അമ്പലനടയിലെത്തി. അവൾ അകത്തേക്ക് എത്തി നോക്കി. മഹാദേവന്റെ വിഗ്രഹം പുഷ്പങ്ങളാൽ അലങ്കൃതമായിരുന്നു. മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച സ്വർണ്ണ നിറത്തിലുള്ള വിഗ്രഹത്തിന് മുന്നിൽ കത്തിച്ചു വെച്ചിരുന്ന നിലവിളക്കിലെ തിരികളിലെ ശോഭയാൽ വിഗ്രഹം ഒന്നുകൂടി തിളങ്ങി നിന്നു. അവൻ തൊട്ടടുത്തുള്ള രസീത് കൗണ്ടറിൽ പോയി വഴിപാടെഴുതി. അപ്പോഴെല്ലാം അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചുറ്റും നിരീക്ഷിക്കുമായിരുന്നു. രസീതുമായി അമ്പലത്തിനുള്ളിലേക്ക് കയറി അവരത് നടക്കി വെച്ച് പ്രാർത്ഥിച്ചു. വിഗ്രഹത്തിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മഹാദേവ, പെട്ടെന്ന് തോന്നിയൊരു എടുത്തുചാട്ടത്തിൽ ഞാൻ ശിവേട്ടനൊപ്പം പോന്നു. അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. രമേശിനെ പേടിച്ചുള്ള തീരുമാനത്തിന് എൻ്റെ കാശിയേട്ടനോടൊന്നും പറയാൻ കഴിഞ്ഞില്ല. പാവം ഒത്തിരി വിഷമിച്ച് കാണും. എല്ലാം അറിയുമ്പോൾ എന്നെ വെറുക്കുപോയേട്ടൻ. ശിവേട്ടനോട് ദേഷ്യം തോന്നുമോ? എന്തൊക്കെയായാലും ശിവേട്ടൻ്റെ കൈകളിൽ ഞാൻ സുരക്ഷിതയാണ്. ഒരിക്കലും ഏട്ടനിൽ നിന്നും എന്നെ അകറ്റല്ലേ. വൈകാതെ തന്നെ ഏട്ടൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കാനുള്ള ഭാഗ്യവും നീ തന്നെ തരണേ ഈശ്വര. അവൾ ഓരോന്ന് പറഞ്ഞ് മഹാദേവനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. കവളിൽ തണുപ്പ് അനുഭവപ്പെട്ടതും അവൾ കണ്ണു തുറന്നു. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടക്കുവായിരുന്നു ശിവൻ. അവൾ നിറകണ്ണുകളാൽ അവനെ നോക്കി. അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ശേഷം പ്രസാദം വാങ്ങി രണ്ടാളും ക്ഷേത്രത്തിൽ നിന്നിറങ്ങി. അവിടെ നിന്നും നടന്നു നീങ്ങുമ്പോൾ അവൾ ഒരിക്കൽ കൂടെ തിരിഞ്ഞു നോക്കി. ആ വിഗ്രഹം ഒന്നുകൂടെ തിളങ്ങുന്നതായി തോന്നി അവൾക്ക്. അവളൊരു ചിരിയോടെ ഉള്ളിലെ ഭാരങ്ങളെല്ലാം അവിടെ ഇറക്കി വെച്ചിട്ട് ശാന്തമായ മനസ്സോടെ അവൻ്റെ കയ്യിൽ കൈകോർത്ത് മുന്നോട്ട് നടന്നു. എന്താ പ്രാർത്ഥിച്ചേ? അല്പം മുന്നോട്ട് നടന്നെന്ന് ശിവന്റെ ചോദ്യം ഇങ്ങെത്തിയിരുന്നു. പറയൂല. അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. എന്നോട് പറയൂലേ? അവൻ ചുണ്ടുകൂട്ടി. ഇപ്പം പറയൂല, സമയമാവട്ടെ, പറയാം. അവൾ ഗമയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു. ആ സമയം എപ്പോ ആകും? അവൻ വീണ്ടും ചോദിച്ചു. ശിവേട്ട, അവളുടെ ഒറ്റ വിളിയിൽ അവൻ വായ്ക്ക് സിബിട്ടു. അവളൊരു ചിരിയോടെ മുന്നോട്ട് നടന്ന് ഒപ്പം അവനും.
രണ്ടാളും ചെല്ലുമ്പോൾ ഉമ്മറത്തെ തന്നെ നാരായണേട്ടനും ശാന്തേച്ചിയും ഒപ്പം ശിവന്റെ കുടുംബ വക്കീലുമായി ഉണ്ടായിരുന്നു. ആഹാ, നിങ്ങളെത്തിയോ? അവരെ കണ്ടതും വക്കീൽ അവരുടെ അടുത്തേക്ക് ചെന്നു. ആ, ജയനെങ്കിൽ എപ്പോ വന്നു? ശിവൻ അയാളെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴും ലച്ചുവിൻ്റെ കൈ അവൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ഞാൻ കുറച്ചു നേരമായിടെ വന്നിട്ട്. നാരായണനെ പറഞ്ഞ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയെന്ന് അയാൾ ചിരിയോടെ പറഞ്ഞു. ആ രുദ്ര, ഇത് ജയനെങ്കിൽ ഞങ്ങളുടെ കുടുംബ വക്കീലാണ്. അവൻ അയാളെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്കിൾ, ഇത് അവൻ പറഞ്ഞു തുടങ്ങും മുൻപ് അയാൾ പറഞ്ഞു. രുദ്രലക്ഷ്മി നിന്റെ കെട്ടിയോളല്ലേ? അയാൾ ചോദിച്ചു. രുദ്ര നിറഞ്ഞ ചിരി അയാൾക്ക് നൽകി. നാരായണേട്ടൻ പറഞ്ഞല്ലേ? അവൻ ചോദിച്ചു. അതേടാ, അയാൾ മറുപടി കൊടുത്തു. മക്കളെ, സമയമായി. നാരായണേട്ടനാണത് പറഞ്ഞത്. അധികം ആരും തന്നെ ഇല്ലാത്തതിനാൽ ചെറിയ രീതിയിൽ ചടങ്ങ് നടത്താനാണ് തീരുമാനിച്ചത്. ഒപ്പം ശാന്തേച്ചി നിലവിളക്ക് കൊടുത്ത് ലച്ചുവിനെ തറവാട്ടിലേക്ക് ക്ഷണിച്ചു. വലതുകാല് വെച്ച് കയറുമോളെ. അവൾ നിലവിളക്ക് വാങ്ങി തിരിഞ്ഞു ശിവനെ നോക്കി. അവൻ കണ്ണുകൾ കൊണ്ട് അനുവാദം നൽകി. അവൾ അകത്തേക്ക് കയറി. പുറകെ മറ്റുള്ളവരും.